ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ആഴ്സണലിൻ്റെ കറണ്ട് ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ അതിലിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആഴ്സണലിന് ഇപ്പോൾ എന്തായാലും ഒരു റഫ് പാച്ചിലൂടെയാണ് പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിന്നൊരു വിജയം പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ആ മത്സരങ്ങളിൽ ഇമ്പാക്റ്റും വലുതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ബ്രൈറ്റനെതിരെ ഒരു 1-1 ഡ്രോ. കമ്പാരേറ്റീവ്ലി അതത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. പക്ഷെ പിന്നെ വന്ന 2 മത്സരങ്ങൾ, ആദ്യം തന്നെ കരബാവോ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ ഹോമിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2-0 തോൽവിയാണ് ആർട്ടറ്റയ്ക്കും സംഘത്തിനും ഏറ്റുവാങ്ങേണ്ടി വന്നു. സോ ഇനിയിപ്പോൾ ഫെബ്രുവരി ആദ്യവാരം സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയിട്ട് അതിൻ്റെ സെക്കൻഡ് ലെഗ് കളിക്കണം. അതായത് 2 ഗോളിൻ്റെ ആ ഒരു നെഗറ്റീവ് സ്കോർ ലൈൻ തിരുത്തേണ്ട, ഓവർടേൺ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർട്ടറ്റയും സംഘവും നിൽക്കുന്നത്. സോ അതിനുശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ച FA കപ്പിൻ്റെ 3rd റൗണ്ട് മത്സരം, അതും ഹോം ഗെയിം തന്നെയാണ്. FA കപ്പ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. എതിരാളികളായി കിട്ടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ. ട്രാൻസിഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവിടെ നിന്ന് സംഭവിച്ചത് എന്തായാലും ഇനി അടുത്തൊന്നും ആർസണൽ ഫാൻസ് പെട്ടെന്ന് മറക്കാൻ ചാൻസ് ഇല്ല. 1-1 ഡ്രോയും കൊണ്ടുപോയി അവസാനം പെനാൽറ്റിയിലാണ് ആർസണൽ കായ് ഹാവേർട്സിൻ്റെ ഷോട്ട് യുണൈറ്റഡ് ഗോൾ കീപ്പർ തടയും. അങ്ങനെ ആ ഒരു പെനാൽറ്റി മിസ്സിലാണ് ആർസണൽ തോക്കുന്നത്. സോ യുണൈറ്റഡ് 10 ആളായിട്ട് 60 നിമിഷത്തിന് ശേഷം 10 ആളായിട്ട് ചുരുങ്ങിയ യുണൈറ്റഡ് ടീമിനെതിരെയാണ് ഇങ്ങനെ ഒരു പുവർ പെർഫോമൻസ് ആർസണൽ പ്ലേയേഴ്സ് കാഴ്ചവെച്ചത്. വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു. വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആഴ്ചകളാണ് ആർസണൽ ഫാൻസിന് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുകയാണ് ആർസണൽ ഫാൻസിനെ തേടിക്കൊണ്ടൊരു ട്രാൻസ്ഫർ ന്യൂസ് വന്നത്. മാർട്ടിൻ സുബിമെൻഡി, റിയൽ സോസിഡാഡിൻ്റെ സ്പാനിഷ് മിഡ്ഫീൽഡർ, ആർസണലിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ആ ന്യൂസ്. സോ മിക്ക മീഡിയ ഔട്ട്ലെറ്റ്സും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു ന്യൂസ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുക ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കില്ല, വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്കായിരിക്കും നടക്കുക. സോ ആർസണൽ ആദ്യം ഈ പ്ലെയറിനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ റിയൽ സോസിഡാഡ് പറ്റില്ല, ഈ ഒരു സീസൺ മുഴുവിപ്പിച്ചിട്ടേ പ്ലെയറിനെ വിടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് റൂമേഴ്സ് പറയുന്നത്. സോ അറൗണ്ട് 51 മില്യൺ അടുത്താണ് ഈ പ്ലെയറിൻ്റെ വാല്യുവേഷൻ കാണുന്നത് റിയൽ സോസിഡാഡ്. സോ ഈ ഒരു എമൗണ്ട് ആർസണൽ ട്രിഗർ ചെയ്യുന്നത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും. സോ ഒരു നമ്പർ 6 പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് സുബിമെൻഡി. സോ നമുക്ക് ആ പൊസിഷൻ ഓൾറെഡി കളിക്കാനായിട്ട് തോമസ് പാർട്ടി ഉണ്ട്, ഡെക്ലാൻ റൈസ് കളിക്കും, ജോർജീനോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ തോമസ് പാർട്ടിയുടെയും ജോർജീനോയുടെയും കോൺട്രാക്ട്സ് അവസാന 6 മാസത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. സോ എന്തായാലും സുബിമെൻഡിയുടെ വരവ് അടുത്ത വർഷത്തിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടൈമിന്, അടുത്ത സീസണിലേക്ക് ഒരു കറക്റ്റ് ടൈമിന് തന്നെയാണ് സുബിമെൻഡി കടന്നു വരുന്നത്. ആക്ച്വലി സുബിമെൻഡിയുടെ പിറകെ ആർസണൽ കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ കഴിഞ്ഞ സമ്മറിൽ ലിവർപൂൾ ഏറെക്കുറെ ഈ ഒരു 25 വയസ്സുള്ള മിഡ്ഫീൽഡറിൻ്റെ സേവനം ഉറപ്പിച്ചതായിട്ട് റൂമേഴ്സൊക്കെ വന്നതായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തിൽ പ്ലെയർ തീരുമാനിച്ചു സ്പെയിനിൽ തന്നെ നിലകൊള്ളാനായിട്ട് തീരുമാനം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ലിവർപൂളിനെ കടത്തി വിട്ടിക്കൊണ്ട് ആർസണൽ ഈ പ്ലെയറിനെ സ്വന്തമാക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ട്രാൻസ്ഫർ വിൻഡോയിലും ആർസണൽ സ്ട്രോങ് മിഡ്ഫീൽഡ് കാൻഡിഡേറ്റ്സിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023 സമ്മറിൽ നോക്കുകയാണെങ്കിൽ ഡെക്ലാൻ റൈസിനെ എത്തിച്ചു. 2024 ഇപ്പോൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ നോക്കുകയാണെങ്കിൽ മിക്കേൽ മെറീനോനെ റിയൽ സോസിഡാഡിനെ തന്നെ എത്തിച്ചു. ഇനിയിപ്പോൾ 25 സമ്മർ ട്രാൻസ്ഫറിലേക്ക് വരുമ്പോൾ സുബിമെൻഡിനെ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 സീസൺ ഈ ഒരു 3 ട്രാൻസ്ഫർ വിൻഡോസിലും അടുപ്പിച്ച് 3 സ്ട്രോങ് മിഡ്ഫീൽഡേഴ്സിനെയാണ് ആർസണൽ ടീമിലേക്ക് എത്തിക്കുന്നത്. സോ ഈ ഒരു സുബിമെൻഡിയുടെ വരവോട് കൂടി മേ ബി ഡെക്ലാൻ റൈസിന് കുറച്ചും കൂടി അറ്റാക്കിംഗ് ഫ്രീഡം കിട്ടുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ന്യൂസൊക്കെ വന്നു കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിലും ആർസണൽ ഫാൻസ് ഒട്ടും ഹാപ്പി അല്ല ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസിൽ. കാരണം ആർസണൽ ഫാൻസ് നോക്കുന്നത് അടുത്ത സീസണിലേക്കുള്ള സൈനിങ്സിനെ പറ്റിയല്ല. ഇപ്പോൾ കൺസേൺഡ് ആയിരിക്കുന്നത് അടുത്ത സീസണിലേക്കുള്ള സൈനിങ്സിനെ പറ്റിയല്ല. അഫ്കോഴ്സ് ഒരു മിഡ്ഫീൽഡ് പ്ലെയറിനെ കുറിച്ചുമല്ല ആർസണൽ ബോധേഡായിട്ടിരിക്കുന്ന ആർസണൽ ഫാൻസ്. അവർക്ക് വേണ്ടത് ഈ ഒരു സീസൺ സാൽവേജ് ചെയ്യാൻ പറ്റുന്ന എന്ത് സൈനിങ് ആണ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. പറഞ്ഞു വരുന്നത് അറ്റാക്കിങ്ങിലേക്കുള്ള സൈനിങ് തന്നെയാണ്. ഓൾറെഡി ബുക്കായോ സാക്ക ഇഞ്ചേർഡ് ആണ്. അതിൻ്റെ പുറകെ ഇപ്പോൾ ഈ കഴിഞ്ഞ FA കപ്പ് മത്സരത്തിൽ ഗബ്രിയേൽ ജീസസും ഇഞ്ചേർഡ് ആയി എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ സ്ട്രക്ചറിലാണ് മത്സരത്തിൻ്റെ ഇടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്. സോ സ്റ്റേഡിയത്തിൽ നിന്ന് അദ്ദേഹം പോയി സ്ട്രക്ചറിലാണ്. സോ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു ACL റപ്ചറിൻ്റെ സാധ്യതകൾ ഉണ്ടെന്നാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗബ്രിയേൽ ജീസസിന് ഈ ഒരു സീസൺ നഷ്ടം തന്നെയാവും. സോ ഇപ്പോൾ കായ് ഹാവേർട്സ് മാത്രമാണ് ഒരു സ്ട്രൈക്കർ റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറായിട്ട് ആർസണലിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാത്തിരിക്കാതെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാനായിട്ട് ആർസണൽ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. സോ
ആർസണൽ ഫാൻസ് ഒന്നടക്കം ചോദിക്കുന്നത് അതാണ്, ഞങ്ങളുടെ സ്ട്രൈക്കർ എവിടെ, വി നീഡ് എ നമ്പർ 9 സ്ട്രൈക്കർ, അതെവിടെ എന്നുള്ളതാണ് ആർസണൽ ഫാൻസിൻ്റെ ചോദ്യം. സോ ആർസണലിൻ്റെ അറ്റാക്കിംഗ് ലൈനിൽ കായ് ഹാവേർട്സിൻ്റെ ഒരു സിംഗിൾ സ്ട്രൈക്കിംഗ് ഓപ്ഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോവാൻ കഴിയില്ല എന്നുള്ളത് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കായ് ഹാവേർട്സ് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആർസണൽ ഇറ്റ്സ് എ സ്ട്രൈക്കർ ഈ ഒരു സീസൺ സാൽവേജ് ചെയ്യണമെങ്കിൽ. ഓഫ്കോഴ്സ് ഇപ്പോൾ ഗബ്രിയേൽ ജീസസും കൂടി ഇഞ്ചുർഡ് ആയ സാഹചര്യത്തിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വളരെ ക്രൂഷ്യലാണ് ആ ഒരു കാര്യത്തിൽ ആർസണലിന്. സോ അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്ന പേര് സെർബിയൻ ഇന്റർനാഷണലായ ഡ്യൂസാൻ വ്ലാഹോവിച്ചിൻ്റെ പേരാണ്. യുവൻ്റസ് സ്ട്രൈക്കറിൻ്റെ പേര് ആദ്യമായിട്ടല്ല ആർസണലായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നത്. കുറച്ച് വർഷങ്ങൾ മുമ്പ് ഫിയോറന്റീനയിൽ നിന്ന് യുവൻ്റസിലേക്ക് പോകുന്ന ആ ഗ്യാപ്പിലും ആർസണൽ പ്ലെയറിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അന്ന് നടന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മേ ബി അതിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. സോ ഇപ്പോൾ ഓൾറെഡി കേൾക്കുന്ന റൂമേഴ്സ് ശരിയാണെങ്കിൽ ആർസണൽ ഒരു ലോൺ ഡീലിന് വേണ്ടി യുവൻ്റസിനെ അപ്രോച്ച് ചെയ്തു, പക്ഷേ ദ ഓൾഡ് ലേഡി റിജക്റ്റഡ് ദാറ്റ് ഓഫർ എന്നാണ് കേൾക്കുന്നത്. അറൗണ്ട് 50 മില്യൺ ആണ് പ്ലെയറിനുള്ള വാല്യുവേഷൻ യുവൻ്റസ് കൊടുക്കുന്നതെന്നാണ് കേട്ടത്. സോ ഒരു പെർമനൻറ്റ് സെയിൽ തന്നെയായിരിക്കും യുവൻ്റസ് നോക്കുന്നത്. സോ പ്ലെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ 12ഓളം ഗോളെല്ലാം അടിച്ച് അത്യാവശ്യം മോശമല്ലാത്തൊരു ഫോമിലാണ് പ്ലെയർ നിൽക്കുന്നത്. സോ ആർസണലിന് ഒരു തവണ നഷ്ടപ്പെട്ടു പോയ പ്ലെയറിൻ്റെ സേവനം ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആർസണൽ സീൽ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റു കുറച്ച് അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ പേരും ക്ലബ്ബുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് ഫോർവേഡായ PSG ഫോർവേഡായ റൊണാൾഡ് കോളോമുവാനിയുടെ പേര് കേൾക്കുന്നുണ്ട്. അതേപോലെ ബ്രെൻഫോർഡിൻ്റെ അറ്റാക്കറായ എംബോമയുടെ പേര് കേൾക്കുന്നുണ്ട്. സോ റൂമേഴ്സ് ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട്. ആർസണലിന് ഒരുപാട് കാൻഡിഡേറ്റ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. സോ അതിനകത്ത് ഇപ്പോൾ ശക്തമായിട്ട് കേൾക്കുന്നത് ഡ്യൂസാൻ വ്ലാഹോവിച്ചിൻ്റെ പേരാണ്. സോ ആർസണൽ ഇവിടെ ചെറിയൊരു മിക്സപ്പിലാണ് ഒരു ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഗബ്രിയേൽ ജീസസിന് ഇഞ്ചുറി കൂടി വന്നപ്പോൾ ആ ഒരു മിക്സപ്പ് കുറച്ചും കൂടി കുഴഞ്ഞൊരു അവസ്ഥ എന്നുള്ളതാണ്. സോ ഇപ്പോൾ ആർസണലിന് ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ റിമൈൻഡർ ഓഫ് സീസൺ കളിക്കാനായിട്ട് ഒരു ടെമ്പററി സൊല്യൂഷൻ സ്ട്രൈക്കറാണ് വേണ്ടത്. സോ മോസ്റ്റ് പ്രോബബ്ലി ലോൺ ഡീൽസ് ആയിരിക്കും ആർസണൽ ഇതിന് വേണ്ടി പെർസ്യൂ ചെയ്യുക, ഇപ്പോൾ വ്ലാഹോവിച്ചിൻ്റെ കേസ് പറഞ്ഞ പോലെ. പക്ഷേ ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കറെ ലോൺ ഡീലിൽ വിടാനായിട്ട് മിക്ക ക്ലബ്ബുകളും തയ്യാറായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ യുവൻ്റസ് ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തെന്ന് പറയുന്നതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. സോ ഇനി അതല്ലെങ്കിൽ ആർസണൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ വെയിറ്റ് ചെയ്ത് ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കേഴ്സിനെ മേടിക്കാൻ ശ്രമിക്കുക, നല്ല ട്രാൻസ്ഫർ ഫീസ് എല്ലാം കൊടുത്ത് നല്ല പ്ലാനിങ്ങിൽ പ്ലെയേഴ്സിനെ മേടിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർസണലിൻ്റെ ലിസ്റ്റിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. വിക്ടർ ഓസിമെനും ഇസാക്ക് അടക്കം ഗോയ്ക്കേഴ്സ് അടക്കം നല്ല പ്ലെയേഴ്സ് ആ ലിസ്റ്റിൽ തന്നെയുണ്ട്. പക്ഷേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയം ഇപ്പോൾ ആർസണലിനില്ല. ഡ്യൂ ടു ആ ഒരു ഗബ്രിയേൽ ജീസസിൻ്റെ ആ ഒരു ഇഞ്ചുറിയും കൂടി വന്നതിന് ശേഷം ഒട്ടും സമയമില്ല. ആർസണൽ വളരെ ടൈറ്റ് ആയിട്ടൊരു സിറ്റുവേഷനിലാണ്. സോ ആർസണലിന് ഇപ്പോൾ ഒരു പ്ലെയറെ അല്ലെങ്കിൽ ഏതൊരു സ്ട്രൈക്കർ ഇപ്പോൾ ലൈക്ക് എംബ്യൂമോ അല്ലെങ്കിൽ വ്ലാഹോവിച്ചോ പോലൊരു സ്ട്രൈക്കറെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിൽ ഒരു ഗാമ്പിൾ എടുക്കാനായിട്ട് ആർസണൽ റെഡി ആവേണ്ടി വരും. കാരണം ഈ ഒരു സീസൺ നല്ലൊരു പ്ലെയർ പെർമനൻറ്റ് ഡീൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർസണലിൻ്റെ ഫ്യൂച്ചർ സൈനിങ്സിൻ്റെ പ്ലാനിങ് മൊത്തം തെറ്റുമാണ് ഇവിടെ. കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലെയറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞ് അടുത്തൊരു സീസണിലേക്കും ഈ ഒരു പ്ലെയറെ വെച്ച് തന്നെ കളി മെനയേണ്ടി വരും മിക്കേൽ ആർട്ടറ്റയ്ക്ക്. സോ ആ ഒരു ഗാമ്പിൾ എടുക്കാൻ ആർസണൽ റെഡിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ആർസണലിന് ഇനി വരുന്ന ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ആർസണൽ വളരെ ക്രൂഷ്യൽ. ആർസണൽ എടുത്തു വെക്കുന്ന സ്റ്റെപ്സും വളരെ ക്യൂരിയസ് ആയിട്ടായിരിക്കും ആർസണൽ ഫാൻസ് നോക്കുന്നത്. സോ ആർസണൽ ഒരു ടെമ്പററി സൊല്യൂഷൻ മേ ബി ഒരു അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു സ്ട്രൈക്കറെ കൊണ്ടുവന്ന് ആ ഒരു പൊസിഷൻ കവർ ചെയ്യുമോ, എന്നിട്ട് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് നല്ലൊരു സ്ട്രൈക്കറെ കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക. അതും നല്ലൊരു സ്ട്രൈക്കറെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ പെർമനൻറ്റ് ഡീലിൽ കൊണ്ടുവന്ന് ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലെ വോയിഡ്നെസ് അങ്ങ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റോറി പോലെ പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നതിന് മുമ്പ് നല്ലൊരു സ്റ്റോറി ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. സോ എന്തായാലും മിക്കവാറും വ്ലാഹോവിച്ചിന് വേണ്ടി ആർസണൽ ഇനിയും ലോൺ ഡീൽ തന്നെ ഇനിയും ശ്രമിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു യുവൻ്റസ് ഒരു പെർമനൻറ്റ് ഡീലിൽ മേ ബി എ ലോൺ ഡീൽ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ കൈൻഡ് ഓഫ് പാക്കേജിൽ തന്നെയാണ് വ്ലാഹോവിച്ചിനെ വിടാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. മിക്ക ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സിനെയും ക്ലബ്ബ് അങ്ങനെ തന്നെ വിടാനേ ചാൻസ് ഉള്ളൂ. സോ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ആർസണൽ ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരാനായിട്ട് നിർബന്ധിതപ്പെട്ടേക്കാം. സോ ലെറ്റ്സ് സീ. സോ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആർസണലിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള റിയലിസ്റ്റിക് അറ്റാക്കിംഗ് കാൻഡിഡേറ്റ്സ് ആരായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ സുബിമെൻഡിയുടെ വരവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആർസണൽ മിഡ്ഫീൽഡിൽ ഈ ഒരു പ്ലെയറിൻ്റെ വരവോടുകൂടി
എത്രത്തോളം ചേഞ്ചസ് വരും എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്ര ഇമ്പാക്റ്റ് ഈ ഒരു പ്ലെയർക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് സൈഡ് ലൈൻ ഫുട്ബോളിന് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.